ഒരിക്കൽ ഒരു മിഷണറി വൈദികൻ ഒരു വില്ലേജിൽ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥന സമ്മേളനം നടത്തുകയാണ്. രാത്രിയിലാണ് പ്രാർത്ഥന. രാത്രിയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കിന് വെളിച്ചം കുറവാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഒരാൾ വന്നിട്ട് ആ വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടും പ്രകാശം വരുന്നില്ല. അതിൻ്റെ പുറംഭാഗം ഒരാൾ വന്ന് തുടച്ചു. പക്ഷെ വെളിച്ചമൊന്നും അവർക്ക് ലഭിച്ചില്ല. അവസാനം ആ വൈദികൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിളക്കിൻ്റെ അകം തുടച്ചിട്ടില്ല. മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിയും. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാറണം. യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശമാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു. താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുക. ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് കർത്താവ്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്നാണ് വചനം പറയുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നീ നിന്റെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും നീ പാപം ചെയ്യും. നീ ഹൃദയത്തിൽ വിചാരിച്ചാൽ മതി, നീ പാപം ചെയ്യും. മനസ്സിൽ ഓർത്തുകൊണ്ട് ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയാൽ മതി, വിചാരം ചെയ്യുമെന്ന് ഈശോ പറയുന്നത് അതുകൊണ്ടാണ്. സ്ത്രീകൾക്ക് അധികം പ്രാധാന്യം കൽപ്പിക്കാതിരുന്ന യഹൂദ പാരമ്പര്യത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കുറ്റവാളിയെ കല്ലെറിയണമെന്ന് വാശി പിടിക്കുന്ന പുരുഷ മേധാവിത്വത്തിനോട് ഈശോ പറയുകയാണ്, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്ന പുരുഷനും തുല്യ അർത്ഥത്തിൽ കുറ്റക്കാരനാണെന്ന് അവരെ ഈശോ പഠിപ്പിച്ചു. പാപ സാഹചര്യങ്ങളെ ഏതുവിധനെയും ഒഴിവാക്കണമെന്ന് തന്നെയാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഭാഗ്യമായ തിന്മ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ആന്തരികമായ മനോഭാവങ്ങളുടെ വിശുദ്ധീകരണമാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പാപസാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യങ്ങളെ ഒഴിവാക്കുക. വീട്ടിൽ എട്ടുകാലി ഉണ്ടെങ്കിൽ എട്ടുകാലിയുടെ വന മാത്രം തുടച്ചു നീക്കിയിട്ട് ഒരു കാര്യവുമില്ല, എട്ടുകാലിയെ കൂടി നശിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെയും എട്ടുകാലി വന കൂട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പാപത്തിന്റെ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വലിയ ചില നിധികളെ സ്വന്തമാക്കാൻ ചെറിയ ചില നഷ്ടപ്പെടുത്തലുകൾ ശിഷ്യത്വത്തിന്റെ വഴിയിൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പാപരഹിതമാകുവാൻ സാധ്യതയുള്ള എല്ലാം ഉപേക്ഷിക്കണമെന്നും നശിപ്പിക്കണമെന്നും ഈശോ ആവശ്യപ്പെടുന്നത്. പുല്ലുകളിലേക്ക് മാത്രം നോക്കി നടക്കുന്നത് കൊണ്ടാണ് ആടുകൾക്ക് എളുപ്പം വഴിതെറ്റുന്നത്. കരയിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാൻ ധൈര്യമില്ലെങ്കിൽ പുതിയ സമുദ്രങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. നാം ഒരു ശില്പിയാണ്. ഇഷ്ടമില്ലാത്തത് നീക്കം ചെയ്യാൻ നമുക്ക് കഴിയും. ചുറ്റക ഉപയോഗിച്ച് നാം തന്നെയാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ചുറ്റകയും മുലിയുമൊക്കെ ഉപയോഗിച്ച് വലിയ കഷണങ്ങൾ കുത്തിക്കളയേണ്ടി വന്നേക്കാം. ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയുമാണ് ആ ചുറ്റുകയും ഉളിയും. പ്രാർത്ഥനയും പരിത്യാഗവും വിശ്വാസവുമാകുന്ന ചുറ്റുകയും ഉളിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉതകാത്തതൊക്കെ നമ്മൾ കുത്തിക്കളഞ്ഞുകൊണ്ട് ഹൃദയമാകുന്ന ദേവാലയത്തിൽ മിനുക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മനസ്സും ശരീരവും ഒരുപോലെ വിശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ സ്നേഹവും നൽകുന്നു.